കേരളം അമ്പരപ്പിലാണ്. ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഒരു സംസ്ഥാനത്തിന് നേരെ മാത്രം ഇത്രയേറെ തിടുക്കം കാണിക്കുന്നത് എന്തിനാണ്? അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച ഈ തീയതി കേവലം ഒരു യാദൃശ്ചികമാണ്, അതോ ഡൽഹിയിൽ തയ്യാറാക്കിയ കൃത്യമായ തിരക്കഥയുടെ ഭാഗം? ചോദ്യങ്ങൾ കമ്മീഷന് നേരെ നീളുകയാണ്. പ്രചാരണത്തിന് വെറും 2 ആഴ്ച മാത്രം. പത്രിക പിൻവലിക്കാൻ മാർച്ച് 26 വരെ സമയം നൽകിയ കമ്മീഷൻ ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ലഭിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. എന്തുകൊണ്ട് കേരളത്തിന് മാത്രം ഈ പ്രത്യേക പരിഗണന എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് സാക്ഷരതയുള്ള മലയാളിക്ക് ഇത്രയും സമയം പോരേ എന്ന പരിഹാസമാണ് മറുപടിയായി ലഭിച്ചത്. ഈ മറുപടിയിൽ തന്നെയുണ്ട് ദുരൂഹതയുടെ നിഴൽ. വിശ്വാസികളുടെ വികാരങ്ങളെപ്പോലും കണക്കിലെടുക്കാതെയുള്ള ഈ പടപ്പുറപ്പാട് ആരെ സഹായിക്കാനാണ്? റമദാൻ മാസവും ഈദുൽ ഫിത്തറും കടന്നുവരുന്ന ദിവസങ്ങൾ, ഒപ്പം ക്രൈസ്തവ വിശ്വാസികളുടെ ഏറ്റവും വിശുദ്ധമായ വാരം പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും കഴിഞ്ഞ് ഈസ്റ്റർ ആഘോഷിക്കുന്ന തിരക്കിനിടയിൽ തെരഞ്ഞെടുപ്പ് തിരുകിക്കയറ്റുമ്പോൾ ജനപങ്കാളിത്തം കുറയുമെന്ന് കമ്മീഷന് അറിയില്ലെന്നാണ്. പ്രവാസികളുടെ കാര്യത്തിലാകട്ടെ കടുത്ത വഞ്ചനയാണ് നടന്നിരിക്കുന്നത്. വോട്ട് ചേർക്കാൻ ഫോം 6A ഉപയോഗിക്കൂ എന്ന് പ്രവാസികളോട് ഉപദേശിച്ച അതേ കമ്മീഷൻ തന്നെ അവർക്ക് നാട്ടിലെത്താനുള്ള വഴികളെല്ലാം കുറ്റിയടച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ വിമാന ടിക്കറ്റ് കിട്ടാനോ അവധി ക്രമീകരിക്കാനോ പ്രവാസികൾക്ക് സമയം നൽകിയില്ല. ചാർട്ടേഡ് വിമാനങ്ങളിൽ വോട്ട് ചെയ്യാൻ പറന്നിറങ്ങാറുള്ള പ്രവാസി മലയാളിയെ ഇത്തവണ ബാലറ്റ് ബോക്സിന് പുറത്തു നിർത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പതറി നിൽക്കുന്ന കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി BJPക്ക് കളമൊരുക്കുകയാണോ കമ്മീഷൻ? കോൺഗ്രസ് വിമുക്ത ഭാരതം കെട്ടിപ്പടുക്കാൻ അവരുടെ നിയമസഭകളിലെ ശക്തമായ സാന്നിധ്യങ്ങളെ തകർക്കാൻ ഭരണകൂടവും കമ്മീഷനും കൈകോർക്കുന്നു എന്ന ആരോപണവും കേരളത്തിൽ ശക്തമാണ്. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്, അതോ അട്ടിമറിയാണ്? ആവേശകരമായ പോരാട്ടം അരികിലെത്തി നിൽക്കുമ്പോൾ ഈ സ്നാപ്പ് ഇലക്ഷൻ ആരുടെ വിധി മാറ്റിയെഴുതും? കാത്തിരുന്നു കാണാം.